ഉനുവിൻ്റെ 1D ഇതിൻ്റെ 1D ആയിട്ട് 1D അപ്പാർട്ട്മെൻറ്റ് തൊട്ട് സൈഡിലാണ് സർവീസ് അപ്പാർട്ട്മെൻറ്റ്. ഇത് നേരെ ഓപ്പോസിറ്റാണ് നിങ്ങളുടെ ലിഫ്റ്റ്. രണ്ട് സൈഡിൽ 1Aയും 1Bയും 1Cയും, നേരെ ഓപ്പോസിറ്റ് 1D. ആ വണ്ടിയിലോട്ട് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലിവിംഗ് റൂം, ഡൈനിങ് കം ഡ്രോയിങ്. അതിൻ്റെ അകത്ത് ഡ്രോയിങ്ങിൻ്റെ സ്പേസ്, ഡൈനിങ്ങിൻ്റെ സ്പേസ്, അതിൽ നിന്ന് ഡൈനിങ്ങിനുള്ള പുറത്തോട്ടൊരു വരാന്ത, ബാൽക്കണി പോലെ. ബാൽക്കണി ഇപ്പോൾ ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. അതായത് പ്രാവ് കയറാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്തേക്കാണ്. ഇവിടെ ഒരു ഡക്ട്, ഒരു ചെറിയ സ്പേസ് ഇവിടെയുണ്ട്. പപ്പ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ ഡക്ട് അവിടെ കാണുന്ന ആ കോർണറിൽ കാണുന്നു ഈ ലൈൻ കണ്ടോ, ഇത് ഡക്റ്റിൻ്റെ ഓപ്പണിങ് അവിടെ. അപ്പോൾ അത് സർവീസ് ചെയ്യാനുള്ള പോർഷനാണ് ഇത്. താഴെ മാനുകളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലൈൻ വരെ ഈ ഗ്രില്ലിനെ പുറകോട്ടിറക്കാം. അപ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാനുണ്ട്. ഈ പുറത്തുള്ള ബ്ലാക്ക് ഗ്രില്ല് ഇതിനെ ഈ ഗ്രില്ലിനെ എടുത്ത് അവിടെ വെച്ചുകൊണ്ട് ദിസ് തിങ് സ്റ്റേസ് as such. ഈ പച്ച ഇത് സ്റ്റേസ് as such. എന്നിട്ട് അവിടെ ഒരു ഗേറ്റ് കൊടുക്കാം. പുറത്ത് അയ കെട്ടി കഴിഞ്ഞാൽ അലക്കി തുണിയിടാനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ തന്നത് പപ്പയുടെ പറഞ്ഞു ഇവിടെ വാഷിംഗ് മെഷീൻ കൊടുക്കാമെന്നൊരു ഓപ്ഷൻ പറഞ്ഞായിരുന്നു. ക്ലീനിങ് ഏരിയ, വാഷ് ഏരിയ ആയിട്ട് കംപ്ലീറ്റ് ഉപയോഗിക്കാം. അപ്പോൾ പപ്പ പറയുന്നത് ഇങ്ങനെ വാട്ടർ ഔട്ട്ലെറ്റിൻ്റെ പ്രശ്നം പറഞ്ഞു. ആ ഔട്ട്ലെറ്റിൻ്റെ പ്രശ്നം എങ്ങോട്ട് പോകുന്നുള്ളതാണ്. അതൊന്ന് വർക്കൗട്ട് ചെയ്യണം. നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ കൊടുത്തേക്കുന്ന ഇത് കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചൺ വരും. കിച്ചൺ ഇവിടെ സിംഗിൾ പീസ് ആയില്ല, ഇങ്ങനെ ഡോറിൻ്റെ ഇവിടെ മുന്നോട്ട് എയർ ഡ്രസ്സിങ്, ഒരു വാഷിംഗ് എന്നിട്ട് സിങ്കിയുടെ നേരെ ഓപ്പോസിറ്റ് വോളിലാണ് ബാത്റൂം, സർവീസ് ബാത്റൂമാണ്. ആ സർവീസ് ബാത്റൂം ചെറിയ സ്പേസാണ്. ചെറിയ സ്പേസാണ്. അത് മാറ്റി സ്റ്റോർ റൂം നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ആ വാഷിംഗ് മെഷീൻ്റെ സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് വന്നവേ ഡോർ ക്ലോസ് ആയി അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് വൈദ്യുത സ്റ്റോർ റൂമോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ സ്പേസോ കൊടുക്കാമെന്നുള്ളൊരു ഇത് വന്നു. എന്നിട്ട് അപ്പോൾ അത് ഉദ്ദേശിച്ച ഇവിടുത്തെ ഡോറിനെ ഈ വോളിൻ്റെ ഈ എൻഡിലോട്ട് മാറ്റിക്കൊണ്ട് അവിടെ ഏരിയ തിരിച്ച് ക്രോസ് ബാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൈക്രോവേവോ എന്തെങ്കിലും അവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ എക്സോസ്റ്റ് മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതാണത്. പിന്നെ ഇത് അടിഭാഗം ഓപ്പൺ. എവിടെയെങ്കിലും സ്ലാബുകളെല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കിച്ചണോ ഇത് സ്റ്റൗ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ സ്റ്റവ് വെക്കാനുള്ള താഴെ കവർ ചെയ്യണം. കിച്ചണിൽ നിന്ന് 1-2 ബെഡ്. ഈ ബെഡ് അറ്റാച്ച്ഡ് അല്ല,